ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പഴത്തൊലി കൊണ്ട് എങ്ങനെ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴത്തിൻ്റെ അതായത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ തൊലി. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴത്തിൻ്റെ തൊലികളാണ്. അപ്പോൾ ഇതിനി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഈ പാത്രത്തിലേക്ക് അരിഞ്ഞെടുക്കാം. അത് ചെറിയ പീസാക്കി എടുക്കുക. ചെറിയ പീസാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ ബക്കറ്റിലൊക്കെ ഇട്ട് വയ്ക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ പൊലിയിട്ട് വെച്ച് എടുക്കാനായിട്ട് പറ്റും. ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എല്ലാ പീസും ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതായിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി പഴത്തൊലിയെല്ലാം ഞാൻ അരിഞ്ഞ് ഈ പാത്രത്തിലേക്ക് ആക്കിയെടുത്തിരിക്കുകയാണ്. ഇനി ഒരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് 1 ലിറ്റർ വെള്ളം, ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളം ഇതിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ചെറിയ ബക്കറ്റാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പഴത്തൊലിയെല്ലാം ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇത് പടി തന്നെ ഒരു 5 ദിവസം, മാക്സിമം ഒരു 5 ദിവസത്തേക്ക് നമുക്ക് ഇത് മാറ്റി ഒന്ന് മാറ്റി വയ്ക്കുക. ഇതിപ്പം 5 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു കമ്പെടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ എടുക്കുക. ശരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ല നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ചെടികളുണ്ട്, ഒരുപാട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡയല്യൂട്ട് ചെയ്തെടുക്കുകയാണ് വെള്ളത്തിലേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ചെറിയ ബക്കറ്റിൽ അതായത് ഒരു 3 ലിറ്റർ 4 ലിറ്റർ വരെ നമുക്ക് വെള്ളം എടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബനാന ഫെർട്ടിലൈസർ എടുത്ത് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതല്ല നിങ്ങൾ വലിയ ബക്കറ്റിലാണ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഡയലൂട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഇത് ഇങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്താണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികൾക്ക് ഓരോ കപ്പ് അല്ല 1/2 കപ്പൊക്കെ വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബനാന ഫെർട്ടിലൈസർ ഞാനിപ്പോൾ ഇവിടെ റോസ് ചെടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആവശ്യത്തിന് ഉള്ള രീതിയിൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുവാണ്, 2 രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡയറക്റ്റും ഉപയോഗിക്കാം, വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ബനാന ഫെർട്ടിലൈസർ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടിനും ഒരേ ഗുണം തന്നെയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നമുക്ക് ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കാം. ഇത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് പൂക്കൾ ഒരുപാടുണ്ടാകാൻ സഹായിക്കും. അതുപോലെ തന്നെ കായ്ഫലം നല്ലപോലെ ഇത് കിട്ടും. നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിലും തക്കാളി, വെണ്ട അങ്ങനെയുള്ള ഇതിനൊക്കെ വഴുതനയ്ക്കൊക്കെ നല്ല കായ്ഫലങ്ങൾ കിട്ടും. പിന്നെ വേരിൻ്റെ വളർച്ച നല്ല രീതിയിലാക്കും. അതുപോലെ തന്നെ ചെടിക്ക് നല്ല ആരോഗ്യത്തോടെയാണ് ചെടി വളർന്നു വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഈ വഴുതന നോക്കുമ്പോൾ തന്നെ അറിയാം, തണ്ടിനൊക്കെ നല്ല ഇമാതിരി വലുപ്പത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അധികം പൊക്കമൊന്നുമില്ല, കായും വന്നു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ബനാന പീൽ ഫെർട്ടിലൈസർ. ഈ ഫെർട്ടിലൈസർ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.